ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വിക്രം ഒളിച്ച് താമസിക്കുന്ന സ്ഥലം നമ്മുടെ വാസവന് മനസ്സിലായി. വാസവൻ അപ്പോൾ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങുകയാണ് കേട്ടോ, വിക്രത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ വേദ മറിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ വേദയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഫോണുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുകയാണല്ലോ. അപ്പോൾ വിക്രത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അത് ജോസഫാവും എടുക്കാമെന്ന് വേദയ്ക്ക് അറിയാം. വേദ അപ്പം തന്നെ ജോസഫിനെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ എത്രയും വേഗം വിക്രത്തിനെ അവിടെ നിന്ന് മാറ്റണം. വിക്രം ഇപ്പോൾ വാസ്തവൻ്റെ കയ്യിൽ പിടിക്കപ്പെടും. അപ്പോൾ അതിക്ക് മുന്നേ നിങ്ങൾ വിക്രത്തിനെ അവിടെ നിന്ന് മാറ്റണം. വേഗം തന്നെ ജോസഫ് വിക്രത്തിനോട് വിളിച്ച് പറയണം അവിടെ നിന്ന് മാറാനെന്ന് പറയുകയാണ് കേട്ടോ. നിങ്ങൾ വേഗം തന്നെ വിക്രത്തിനെയും കൊണ്ട് ചക്രപാണി സാറിൻ്റെ ഓഫീസിലേക്ക് എത്തിയാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്നിങ്ങനെ വേദ പറയുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ ജോസഫ് വിക്രത്തിനെ വിളിച്ചിട്ട് പറയും, എടാ പുളിക്കൻ വീണ്ടും ഒറ്റ കൊടുത്തു, നീ നിൽക്കുന്ന സ്ഥലം എന്തായാലും വാസവൻ അറിഞ്ഞു. വാസവ ഇപ്പം തന്നെ അവിടെ എത്തും, നീ വേഗം അവിടെ നിന്ന് ബൈക്ക് എടുത്ത് അവിടെ നിന്ന് വേഗം രക്ഷപ്പെടണമെന്ന് വിക്രത്തിനോട് പറയുകയാണ് കേട്ടോ ജോസഫ്. അത് കേൾക്കുന്ന സമയം തന്നെ ജോസഫിൻ്റെ വാക്കുകൾ കേട്ട് വിക്രം വേഗം തന്നെ ബൈക്ക് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങി കുറച്ച് ദൂരം ചെല്ലുമ്പോഴേക്കും എതിരെ തന്നെ നമ്മുടെ വാസവൻ്റെ വണ്ടി വരികയാണ്, ജീപ്പ് വരികയാണ് കേട്ടോ. ജീപ്പ് കാണുമ്പോൾ തന്നെ വിക്രം വേഗം ജീപ്പ് കണ്ട വഴിക്ക് തന്നെ തിരിച്ച് ബൈക്കെടുത്ത് ഓടിച്ച് വീണ്ടും പോവുകയാണ്. അതിൻ്റെ തൊട്ട് പുറകെ തന്നെ വാസവനും എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദൂരം വണ്ടി ഓടിച്ച ശേഷം വിക്രത്തിൻ്റെ ബൈക്കിൽ വാസവൻ ഇടിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ വിക്രം തെറിച്ച് വീഴാണ്. അങ്ങനെ തെറിച്ച് വീണിട്ട് നമ്മുടെ വിക്രം ഇങ്ങനെ ഇങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് ഉരുണ്ട് പോവുകയാണ്. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന വിക്രത്തിനെ വാസവൻ വെടിവെക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രത്തിൻ്റെ കാലുമേ വെടിയുണ്ട ഏറ്റു. എന്നിട്ടും വിക്രം ആ വേദന കടിച്ചു പിടിച്ചതിന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഈ സമയത്ത് വേദയ്ക്ക് സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായി. വേദയും ജോസഫും അവിടെ വേഗം തന്നെ എത്തുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം വേഗം ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ വിക്രത്തിനെ കാണാണ്ടായപ്പോൾ വാസവൻ അവിടെ നിന്ന് മടങ്ങി പോവുകയാണ്. അങ്ങനെ നമ്മുടെ ജോസഫും വേദയും കൂടിയിട്ട് വിക്രത്തിനെ ഒരു വിധത്തിൽ താങ്ങി പിടിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ. ഒരു ആളൊഴിഞ്ഞ് വീട്ടിൻ്റെ അവിടേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട് ജോസഫിനോട്, വേഗം തന്നെ ഒരു ഡോക്ടറെ വിളിക്കണം, എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടറുണ്ട് ഇഷ, അവളെ ഞാൻ വിളിക്കാം, അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമെന്ന് പറയും. അപ്പോൾ തന്നെ വേദ ഡോക്ടറെ വിളിക്കുകയാണ് കേട്ടോ. വീട്ടിലെത്തിയ ശേഷം വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറയും, എത്രയും വേഗം തന്നെ കാലിൽ നിന്ന് ആ ബുള്ളറ്റ് മാറ്റണം എന്ന് വേദയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ കാര്യങ്ങൾ. വിക്രമാണ് ഈ വേദന കൊണ്ട് പൊളയാണ് ഈ സമയത്ത് കിടന്ന്, എങ്ങനെയെങ്കിലും ഇതൊന്ന് ഊരി എടുത്ത് കളയുന്ന വേദയോട് പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ കലി മാറാണ്ട് തന്നെ നമ്മുടെ വാസവൻ നമ്മുടെ മാഷിൻ്റെ വീട്ടിൽ ചെന്നിട്ട് മാഷിനെയും ഭാര്യേനെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട്. അത് കണ്ട് ബോധം കിട്ടി നമ്മുടെ കമല വീഡിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ വിക്രത്തിൻ്റെ കാലിൽ നിന്ന് ബുള്ളറ്റ് നമ്മുടെ വേദ വലിച്ചൂരി എടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ.